ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് സോയിൽ ക്ലേ ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഇതുപോലത്തെ മണ്ണെടുക്കാതെ, അതായത് ഇവിടുത്തെ മണ്ണ് മൊത്തം ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇതുപോലത്തെ മണ്ണെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ബീച്ച് സാൻഡ് പോലത്തെ മണ്ണൊന്നും നമ്മുടെ സോയിൽ ക്ലേന് പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ മണ്ണ് കുറച്ച് എടുത്തിട്ട് വരാം. അതായത് ഈ ചരലും മണ്ണൊക്കെ കളഞ്ഞിട്ട് കുറച്ച് കുഴിച്ചിട്ട് അടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടി നോക്കുക. ഇവിടെ അടിയിൽ മൊത്തം പൈപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ കുഴിക്കാത്തത്. സോ ഞാൻ ചെടീൻ്റെ സൈഡിൽ നിന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കരുത്. അവിടെ മാത്രമേ ഇതുപോലെ ഇങ്ങനെ കുറച്ച് മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അവിടെ എടുത്തത്. പിന്നെ ഇത് ഞാൻ ഓൾറെഡി കലക്കി വെച്ചതാണ്. മീൻസ് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതുപോലെ കലക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. അപ്പോൾ ഈ കല്ല് പോലത്തെ മണ്ണുണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടാനും പിന്നെ ഇതുപോലത്തെ കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് തന്നെ എടുത്ത് കളയാം. ഞാനിവിടെ അരിച്ചതിൻ്റെ കളയാണ്. ഞാനിവിടെ 2-3 വട്ടം അരിച്ചിട്ടുണ്ട് കേട്ടോ. സാധാ ഒരു തുണി എടുത്തിട്ടാണ് ഞാൻ അരിച്ചത്. സോ ആദ്യം തന്നെ ഇതുപോലത്തെ തുണി, ഇത് കുറേ വട്ടം ഞാൻ ഇതുപോലെ സോയിൽ ക്ലേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അപ്പോഴൊന്നും വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ചെയ്തതല്ല. ഇനി ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഞാൻ ചെയ്ത സോയിൽ ക്ലേ. ഓക്കെ, സോ ഞാൻ അരിച്ചെടുക്കുകയാണ്. ഇതുപോലെ നല്ല രീതിക്ക് മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ അരിക്കുന്ന പാർട്ട് മാത്രം ഞാൻ ഫാസ്റ്റായിട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ, ബിക്കോസ് കുറേ സമയം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 3-4 വട്ടം അരിച്ചിട്ടുണ്ട്, എന്നാൽ മാത്രമേ ഇതുപോലെ ഇതൊക്കെ കളഞ്ഞ് കിട്ടുള്ളൂ. ഇത്രയും മണ്ണ് കിട്ടിയിട്ടുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് അപ്പുറത്തോട്ട് വീണുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് അരിച്ചിട്ട് ഇതുപോലെ എടുക്കുക. ഇതുപോലെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊരു 2 മണിക്കൂറെങ്കിലും വെക്കുക. ഞാൻ ഈ മണ്ണല്ല കേട്ടോ എടുത്തത് ഇപ്രാവശ്യം. ഇതുപോലത്തെ ഇപ്പുറത്ത് കുറച്ച് പൊടി പോലത്തെ മണ്ണുണ്ടായിരുന്നു. അപ്പുറത്തതായിരുന്നു എപ്പോഴും എടുക്കാറ്. അവിടെ മണ്ണ് കിട്ടിയില്ല, അപ്പോൾ ഞാൻ ഇപ്പുറത്തത് എടുത്തു. കാണിച്ചു തരാം. ഇപ്പുറത്തതും എടുത്തു, പിന്നെ അപ്പുറത്ത് വേറെ ഒരു സ്ഥലത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ മണ്ണൊക്കെ ഉണ്ടാവില്ലേ, ഇല്ല കുറേ കല്ലുണ്ട്. ഞാൻ ആ കല്ലില്ലാത്ത സ്ഥലം നോക്കിയാണ് എടുത്തത്. കണ്ടോ, ഞാൻ ഇതാണ് ഇപ്രാവശ്യം ട്രയലിനെടുത്തത്. ഈ മണ്ണെടുത്തത് കൊണ്ട് തന്നെ ഞാൻ 10 മിനിറ്റ് വെച്ചതും ഇതുപോലെ ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ മതി. ഇത് നിങ്ങളൊരു 2 hours 3 hours വെച്ചാലേ കിട്ടുള്ളൂ. അതായത് കുറേ മണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ കുറേ ഇതായി കിട്ടും. പിന്നെ ഞാൻ ഈ തുണിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ബിക്കോസ് കുറച്ച് വെള്ളം ഞാൻ എടുത്തുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ തുണിയൊക്കെ വെച്ച് പിഴിയുക. സ്പഞ്ച് എടുത്താലും മതി കേട്ടോ. നമ്മൾ വെള്ളം പെട്ടെന്ന് കളയുക, പെട്ടെന്ന് കളഞ്ഞിട്ട് തരാം. സോ ഞാൻ കുറച്ചൊക്കെ ഇതുപോലെ ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് ഇതുപോലെ ചെരിച്ച് ഒഴിച്ച് കളഞ്ഞു. കണ്ടോ, ഇതുപോലെ മൊത്തം ചരിച്ചെടുക്കുക. മീൻസ് ആ ചെളി കാണുന്നവരെ ആ വെള്ളം കളയുക. കണ്ടോ, ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വെള്ളം കളയുന്ന നിർത്താം. ബാക്കി ആ തുണി കൂടെ ഒറ്റി താഴെ പോയിക്കോളും. കഴിഞ്ഞ വർഷം മെയ് ആ ഒരു സമയത്തായിരുന്നു ഈ സോയിൽ ക്ലേ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മണ്ണ് കിട്ടിയില്ല, ഇപ്പം എനിക്ക് മണ്ണ് കിട്ടി. അതുകൊണ്ട് അതേ സമയം, അതായത് മീൻസ് കഴിഞ്ഞ വർഷം ട്രെൻഡിങ് ആയിരുന്ന സാധനം ഞാൻ 1 വർഷം കഴിഞ്ഞിട്ട് ചെയ്യുന്നു. ഇതുപോലെ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. ഈ നൈറ്റി അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് അതെന്തെങ്കിലും എടുക്കുക. ഞാൻ അതില്ലാത്തതുകൊണ്ടാണ് ഇതെടുക്കുന്നത്. ഒരു 2-3 തവണ മടക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ അത് മൊത്തം ഊർന്ന് താഴെ പോവും. സോ ഇതുപോലെ ഇങ്ങനെ വടിച്ച് വയ്ക്കുക, ഒന്നും കളയണ്ട കേട്ടോ. അത് മൊത്തം ക്ലേ ആണ്. കണ്ടോ, ഇതൊക്കെ ക്ലേ ആണ്. ഇതൊന്ന് ഉണങ്ങി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ക്ലേ ആയിട്ട് കിട്ടും. ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് വടിച്ചെടുത്തു. ഇതൊരു 2 hours, എനിക്ക് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 2 hours ഇതുപോലെ തുണിയിൽ വെച്ചു, ഇതുപോലെ തന്നെ പാത്രത്തിലിട്ട് വെച്ചു. പിന്നെ ബാക്കി അതിന് ശേഷം നമ്മളത് വിരിച്ചിട്ട്, അപ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ താഴെ പോയിട്ട് ക്ലേ മാത്രം വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് ഒന്ന് വിരിച്ച് പരത്തി വെക്കുക. ഞാൻ വേറെ ഒരെണ്ണം അപ്പുറത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റായിട്ട് ഉണങ്ങിയിട്ടൊന്ന് ഇതായിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതൊരു 1 മണിക്കൂർ അങ്ങനെ വെക്കുക.
ഇതായിരുന്നു ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഇത് ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ട് കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പരത്തി വെക്കുക. എനിക്കിത് ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ചുമ്മാ ഇങ്ങനെ തൊട്ട് കാണിക്കാമെന്ന് പറഞ്ഞ് ഒരു ഫിംഗർ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവസാനം ആ ഫിംഗർ വെച്ചൊന്നും പരത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ മൊത്തം ഫിംഗർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തി. കണ്ടോ, അതുപോലെ നല്ല രീതിക്ക് പരത്തി വെക്കുക. ഓക്കെ, എനിക്ക് കുറച്ച് ക്ലേ കിട്ടിയുള്ളൂ, ബിക്കോസ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ ഇന്നലെ ചെയ്ത് വെച്ച ഒരു ക്ലേ ആയിരുന്നു. കണ്ടോ, ഇതിൻ്റെ ആഫ്റ്റർ കെയർ ഞാൻ കാണിച്ചു തരാം. അതായത് ഇതെങ്ങനെയാണ് സെക്യൂർ ചെയ്ത് വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് തന്നെ ഇതുപോലെ ക്ലേ നല്ല രീതിക്ക് ഉണങ്ങിയതിന് ശേഷം എടുത്ത് പരത്തി നിങ്ങൾക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. എന്നിട്ട് ഇത് മുകളിൽ കുറച്ച് വെള്ളം ഒന്ന് തടവി ഇടുക. അതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. ഓക്കെ, ഇതുപോലെ ഞാൻ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തു. എന്നിട്ട് അതിലോട്ട് ഇത് ഇട്ട് വെക്കുക. അതിന് ശേഷം നമ്മളിതുപോലെ പൊതിഞ്ഞ് കറക്റ്റായിട്ട് എയർ ഒന്നും കയറാതെ ഇതുപോലെ ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കുക. ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെക്കാൻ വേണമെങ്കിൽ. എനിക്കത് തപ്പാൻ വയ്യത്തുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് കവറും കൂടെ വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുക. പിന്നെ ഇത് വേറൊരു പ്ലാസ്റ്റിക് കവറിനകത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ കണ്ടെയ്നർ അകത്ത് വെച്ചിട്ട് നമുക്ക് സെക്യൂർ ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.